അത് പിന്നെ അങ്ങനെയല്ലേ, ഏത് വിഷയം തീരുമാനിക്കാനും കോർഡിനേഷൻ വേണ്ടേ? ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അത് ചർച്ച ചെയ്ത് നമ്മൾ മീറ്റിംഗ് കൂടിക്കൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും കൊണ്ട് നിലവിൽ വന്നാൽ നിങ്ങളോട് ആ കാര്യം പറയും. കോർഡിനേഷൻ ഇല്ലാത്ത ഒരു സംഗതി ഒരു ക്രമമാവില്ലല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു കോർഡിനേഷൻ ഇല്ലേ? എന്നിട്ടല്ലേ നമ്മൾ ഒരു ആളെ വിളിച്ചാൽ എല്ലാരും വരുന്നത് അല്ലേ? ഒരു പ്രസ് വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും വരുമല്ലോ. ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ടല്ലേ? അതുപോലെ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിലും വേണ്ടത് നടക്കൂല. അത് തന്നെ അത് മാത്രമല്ല, അതും അവരൊന്നാണ്. ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ നീക്കം അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. നീക്കം അല്ലാതെ ഇപ്പോ കൂടുതലായി വരുന്നുണ്ട് തോന്നുന്നു. അത് വിഷയത്തിൽ അങ്ങനെ വന്നല്ലോ, പല തരത്തിലും ഇങ്ങനെ വന്നു കഴിഞ്ഞല്ലോ. നേരത്തെ ഇപ്പൊ ഇവിടെ മീറ്റിങ്ങുകളും യോഗങ്ങളൊക്കെ നടക്കേണ്ടി വന്നത് അതുകൊണ്ടല്ലേ. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടന അനുവദിക്കുന്ന സ്ഥാനം വകവെച്ച് കൊടുക്കാതെ ചില നീക്കങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ അതിനെതിരായി അന്ന് സമ്മേളനങ്ങളും പ്രസംഗങ്ങളും എഴുതുകളൊക്കെ നടക്കാൻ കാരണം. അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉണ്ടായി. നീക്കം എവിടുന്ന് നടന്നാലും അത് ഭരിക്കുന്ന ആളുകൾ ജനങ്ങൾ കൂടി ഒത്തുചേർന്ന് അതിന് പരിഹാരം കാണണം. അത്രമാത്രം പറഞ്ഞാൽ മതി. ഇപ്പോഴത് ആരാണെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് നീക്കത്തിന്റെ? ന്യൂനപക്ഷങ്ങളെ ഉന്നയിറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കുകയേ ഉള്ളൂ. ഇപ്പോൾ തന്നെ അത് പറയാൻ കഴിയില്ലല്ലോ. ഇതിലൊരു ധവളപത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായം അനർഹമായി പലതും നേടുന്നു എന്ന് ചില കോണുകളിൽ നിന്ന് പറഞ്ഞു. അത് വസ്തുതാപരമല്ലെന്ന് പറയും. പക്ഷേ സർക്കാരിന് ചുമതലയുണ്ട്. സർക്കാർ ധവളപത്രം സർക്കാരിനൊക്കെ ഒരു ന്യൂനപക്ഷമോട് പറഞ്ഞ അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞു ഇത് എന്തുകൊണ്ടാണ് സർക്കാരിനോട് ഇങ്ങനെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തത വരുത്തണമെന്ന് പറയാൻ കാരണം എന്താ? സർക്കാരല്ലേ പറയേണ്ടത്. സർക്കാരിലെ ഒരു വിഭാഗം, ഒരു സെക്ഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. ന്യൂനപക്ഷ കമ്മീഷൻ, ന്യൂനപക്ഷ മന്ത്രി, ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രത്യേക മിനിസ്ട്രിയും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ സർക്കാരിനല്ലേ ചെയ്യേണ്ടത്. ഏത് സർക്കാരായാലും സർക്കാർ രാഷ്ട്രീയം നോക്കിയിട്ടല്ല. എല്ലാ സർക്കാരിനും ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയുണ്ട്, മന്ത്രിമാരുണ്ട്. അതിന്റെ വലിയ ചെലവും വരവും കണക്കും സംഗതികളൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റാണ് ന്യൂനപക്ഷത്തിന്റെയും അല്ലാത്തവരുടെയും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മളിപ്പോ ഒരു വ്യക്തിയെക്കൊള്ളൊന്നു ഇപ്പൊ സൂചിപ്പിച്ചിട്ട് നാളെ അദ്ദേഹം ഒരു മറുപടി, പിന്നെ ഞങ്ങൾ മറുപടി, അങ്ങനെ മറുപടിക്കൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. സമുദായ നേതാക്കൾ ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണ്? സമുദായ നേതാക്കന്മാര് ഇത്തരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണ്? തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവന ആര് നടത്തുന്നത് ശരിയല്ല. നേതാക്കളൊന്നും നടത്തരുത്, അല്ലാത്തവരും നടത്തരുത്. അത് ഒഴിവാക്കണം. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. മലബാറില് ഈ +1 സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ക്ഷാമത്തെ സംബന്ധിച്ച് വലിയ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ താങ്കളുടെ
ഉണ്ട്. ഞങ്ങള് സംഘടന ചേർന്ന് ആ വിഷയത്തിൽ പ്രത്യേകമായ മെമ്മോറാണ്ടം തയ്യാറാക്കി സമസ്ത കേരള ജമിയത്തുലമ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും എല്ലാം സമർപ്പിക്കുന്നുണ്ട്. അത് പരിഹരിക്കണം തന്നെ വേണം. ഈ പ്ലസ് വൺ പ്രദർശനത്തെ മലബാറിനോടുള്ള മൊത്തത്തിലുള്ള അവഗണനയാണെന്ന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് പഴയ കാലം മുതൽക്കുള്ളതാണ്. ഇവിടെ ഇപ്പൊ തുടങ്ങിയതൊന്നല്ല. മലബാർ ഭാഗത്തേക്ക് സ്കൂളുകളും കോളേജുകളും എല്ലാം കുറവ്. മറ്റിത്തരത്തിലത് അനാവശ്യമായിട്ട് അധികം കൊടുത്ത് കുട്ടികൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു അനുഭവം കുറെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ ഇവിടെ കാണുന്നതാണ്. അത് ഇനി കാണാൻ പാടില്ല. ജനങ്ങൾ പഠിച്ച് ഉയർന്ന് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു സംസ്ഥാനക്കായിട്ട് രൂപീകരിക്കേണ്ടത് ആവശ്യമുണ്ടോ? അത് പ്രത്യേക പദവിയോ സംസ്ഥാനക്കായിട്ട് അതിന്റെ ഒന്നും ആവശ്യമല്ല. മലബാർ മേഖലയിൽ പ്രോത്സാഹനമാക്കി മാറ്റണമെന്ന ആവശ്യമൊക്കെ അല്ല, അതിന്റെ ഒന്നും ആവശ്യം. അങ്ങനെയൊന്നും ഇപ്പൊ ആവശ്യമില്ല. മലബാർ ഒരു സംസ്ഥാനമായിട്ട് കേരളം തന്നെ കൊച്ചു കേരളമെന്നായാലും പറയാനില്ല. ഇനി അതിനെ മുറിച്ചൊരു ഇതാക്കണമെന്ന് ഞങ്ങള് ചിന്തിച്ചിട്ടില്ല. നിങ്ങൾക്കാർക്കോ ചിന്ത ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. നിർത്തല. നിർത്താം. സമസ്ത വാർഷികമാണല്ലോ. ഈ വാർഷികം 100ാം വാർഷികം വരും. ഇന്നിപ്പോ അതിന്റെ 90ാം വാർഷികത്തിന്റെ ദിവസമാണ്. 99ന്റെ ദിവസമാണ്. 26-നാണ് രൂപീകൃതമായത്. ഇന്നൊരു 26 എത്ര. ആ ഒരു ഉണർവ് എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ തത്വം ഇന്നിപ്പോ പതാക, സമസ്തയുടെ പതാക എല്ലാ തലങ്ങളിലും ഉയർന്നു കഴിഞ്ഞു. ഐക്യശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. ഐക്യത്തിന് ഇഷ്ടപ്പെടാത്ത മനുഷ്യന്മാരുണ്ട് അവിടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷി ഭിന്നിച്ചു കേൾക്കുമ്പോൾ ചിരിക്കുന്നതല്ല. ആ ഭിന്നിച്ചാൽ അതിന്റെ അർത്ഥം അത് നാട്ടിനും സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ ദോഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ